ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള നൊവേന. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കത്തോലിക്ക സഭ സവിശേഷമായി ശ്രദ്ധിക്കുന്ന മാസമാണ് നവംബർ മാസം. നവംബർ 2 സകല മരിച്ചവരുടെയും തിരുനാൾ. കത്തോലിക്ക സഭയിലെ വേദപാരംഗതനും മെത്രാനും ദിവ്യരക്ഷസഭയുടെ സ്ഥാപകനും ധാർമ്മിക ദൈവശാസ്ത്രജ്ഞരുടെ മധ്യസ്ഥനുമായ വിശുദ്ധ അൽഫോൺസ് ലിഗോരി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നൊവേന തയ്യാറാക്കിയിട്ടുണ്ട്. ഈ നൊവേന നവംബർ മാസം 2 തീരുന്ന രീതിയിൽ ഒക്ടോബർ 24 സാധാരണ ആരംഭിക്കുക. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ യേശുക്രിസ്തുവിനും പരിശുദ്ധ കന്യകാമറിയത്തിനും പരമേൽപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കളെ, ഉപകാരികളെ, സുഹൃത്തുക്കളെ, ശത്രുക്കളെ, ആരും പ്രാർത്ഥിക്കാൻ ഇല്ലാത്തവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. 1-ാം ദിവസം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ അനുഭവിക്കുന്ന നിരവധിയായ സഹനങ്ങൾക്ക് കാരണം അവരുടെ ജീവിച്ചിരുന്ന കാലത്തെ പാപങ്ങളാണല്ലോ. ആ പാപങ്ങളാണ് ഇപ്പോൾ അവരെ വേദനിപ്പിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ രക്ഷകനായ യേശുവേ, നരകശിക്ഷയ്ക്ക് ഞാൻ അർഹനാണ്. ഞാൻ പീഡനങ്ങളുടെ നടുവിൽ എത്തപ്പെട്ടിരുന്നുവെങ്കിൽ എൻ്റെ സഹനം എത്രയോ ഭീതിജനകമാവുകയും എൻ്റെ തന്നെ നിത്യനാശത്തിന് ഞാൻ തന്നെ കടപ്പെടുകയും ചെയ്യുമായിരുന്നു. എന്നെ സഹിച്ച അങ്ങയുടെ ക്ഷമയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ദൈവമേ, എല്ലാ വസ്തുക്കളെയും കാണും ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുകയും അനന്ത നന്മയായി അങ്ങയെ വേദനിപ്പിച്ചതിന് ഹൃദയപൂർവ്വം ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. അങ്ങയെ വീണ്ടും നിന്ദിക്കുന്നതിനേക്കാൾ മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്ഥിര പരിശ്രമത്തിൻ്റെ കൃപ എനിക്ക് നൽകണമേ. എന്നോടും ശുദ്ധീകരണ സ്ഥലത്തിൽ സഹിക്കുന്ന ആത്മാക്കളോടും കരുണയായിരിക്കണമേ. പരിശുദ്ധ മറിയമേ, ദൈവം മാതാവേ, അവിടുത്തെ ശക്തമായ മധ്യസ്ഥതയാൽ അവരുടെ സഹായത്തിന് വരണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. രാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിൻ്റെ മണവാട്ടിയായ സഭയുടെ മേൽ, സഹിക്കുന്ന നിൻ്റെ മക്കളുടെ മേൽ കരുണയുണ്ടാകണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നിൻ്റെ നിത്യാനന്ദത്തിന് അർഹരാക്കണമേ. എല്ലാ ദിവസവും അതത് ദിവസത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ജപിക്കേണ്ടത്: ഓ മാധുര്യമുള്ള ഈശോയെ, ഗത്സമനയിൽ നീ ചിന്തിയ രക്തത്തുള്ളികളാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവെ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, ഏറ്റവും ക്രൂരമായ ചമ്മട്ടിയടിയിൽ നീ സഹിച്ച വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവെ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, മുൾമുടി ശിരസിൽ അണിയിച്ചപ്പോൾ അങ്ങ് അനുഭവിച്ച കൊടിയ വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവെ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, കാൽവരിയിലേക്ക് കുരിശ് വഹിച്ച യാത്രയിൽ നീ അനുഭവിച്ച വലിയ സഹനത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവെ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, ഏറ്റവും ക്രൂരമായ കുരിശേറ്റലിൽ നീ സഹിച്ച കൊടിയ വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവെ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, കുരിശിൽ നീ അനുഭവിച്ച കഠിനമായ വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവെ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, നിൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് നീ ശ്വസിച്ച അവസാനത്തെ ശ്വാസത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവെ, അവരോട് കരുണയുണ്ടാകണമേ. ശുദ്ധീകരണ സ്ഥലത്തെ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഈ നൊവേനയിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. ദൈവത്തോട് അടുത്തായിരിക്കുന്നവരും ദൈവത്തെ ഒരിക്കലും നഷ്ടപ്പെടാത്തവരുമായ വിശുദ്ധാത്മാക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവല്ലോ. വലിയ പാപികളായ ഞങ്ങളെ, എന്നെ നിത്യനാശത്തിൽ നിന്നും ദൈവത്തെ നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ നിന്നും എപ്പോഴും സംരക്ഷിച്ചു കൊള്ളണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.